ൾക്ക് പരിക്കേറ്റു. തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്നു ബസ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിഖിൽ ഡേവിസ് ഉണ്ട്. നിഖിൽ, അപകടത്തിന്റെ വളരെ വ്യക്തമായ ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ടു നിൽക്കുന്നവരൊക്കെ തലയ്ക്ക് കൈവയ്ക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. നിഖിൽ, ഇപ്പോൾ നിൽക്കുന്നത് ആ അപകടം ഉണ്ടായ സ്ഥലത്താണോ? ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എന്താണ്? അപകടത്തിൽ പരിക്കേറ്റ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ചെവൂർ സ്വദേശിയായ പ്രേമാവതി, സായാന, സംഗീത 3 പേർക്കാണ് പരിക്കുപറ്റിയിട്ടുള്ളത്. തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ബസ് തൃപ്രയാർ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വരുന്നു. നല്ല വേഗതയിലാണ് ബസ് വരുന്നുണ്ടായിരുന്നത്. ബസ് നേരെ വന്ന് ഈ ബസ് സ്റ്റോപ്പിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇവിടെ ഒരു വൈദ്യുതി പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് ഇവർ തെറിച്ച് വീഴുകയായിരുന്നു. 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 3 പേരും തെറിച്ച് വീഴുകയായിരുന്നു. ബസ്സിന്റെ ഡ്രൈവർ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഡ്രൈവർ അവിടെ നിന്ന് മുങ്ങിപ്പോകുന്നത്. നിലവിൽ ഈ ഡ്രൈവർ ഇതുവരെയും കീഴടങ്ങിയിട്ടില്ല. ഡ്രൈവറെ പിടികൂടാൻ വേണ്ടി ചേർപ്പ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ KCB പോസ്റ്റ് മാറ്റാൻ വേണ്ടി KCBയിലെ ജീവനക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഈ പോസ്റ്റ് മാറ്റാൻ വേണ്ടി. ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായതെന്ന് പറയുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടാണ്. നല്ല വേഗതയിൽ വാഹനങ്ങൾ വരുന്നൊരു ഇടം കൂടിയാണിത്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു അപകടം ഇവിടെ ഉണ്ടായിരുന്നു. ഈ റോഡിന്റെ പ്രത്യേകത അത് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡാണ്. നല്ല മിനുസമുള്ള റോഡാണ്. ചാറ്റൽ മഴ കൂടി ഉണ്ടെങ്കിൽ നല്ല വേഗതയിലാണെങ്കിൽ ഒരു കാരണവശാലും നിയന്ത്രണം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപകടമുണ്ടായ സ്ഥലത്ത് ആളുകളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ യാത്രക്കാർ ഇവിടെ ഒരു വേഗത എങ്ങനെ വണ്ടി ഇതിപ്പോ മൂന്നാമത്തെ ആക്സിഡന്റ് ഉണ്ടാവണം. ഇതിനു മുമ്പുള്ള അപകടം എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെ ആൾക്കാർ ബസ് കയറാൻ നിന്നു. വണ്ടി വരുന്ന സമയത്ത് കഴിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓവറായിട്ട് വന്നു. അങ്ങനെ ഉണ്ടായെന്നാണ് ഇപ്പോൾ പറഞ്ഞ അറിവ്. പൊതുവേ ഇവിടെ ഒരു പണ്ട് അപകടം ഉണ്ടായ സമയത്ത് വെച്ചിട്ടുള്ള ഇതാണല്ലേ പോലീസിന്റെ? അതെ അതെ. ഇല്ല ഇത് ഓവർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ പോലീസൊന്നും ഇവിടെ വന്നിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപോലെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഈ ഒരു അപകടത്തിന്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. ബസ് സ്റ്റോപ്പിൽ വഴിയരികിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന 3 പേരുടെ ഇടയിലേക്ക് ബസ് പാഞ്ഞു കയറുകയായിരുന്നു. ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. ആ ബസ് വരുന്നതിന്റെ ഒരു വേഗത നമുക്ക് നോക്കാം. കാരണം അതിപ്പോൾ തൃപ്രയാർ ഭാഗത്തു നിന്ന് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ബസ് വരുന്ന പോലെ തന്നെ ഇവിടേക്ക് വരുന്നു. ഇവിടെ ബസ് കാത്ത് ആളുകൾ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ വാഹനം ഗതാഗതം ഇപ്പോൾ അവിടെ ആളുകൾ നിന്ന് ബസ്സിൽ കയറുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് കുറച്ച് ഇവിടേക്ക് മാറിയാണ്. അപ്പോൾ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക്, അതും സ്ത്രീകൾ 3 പേർ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ബസ്സിന്റെ വരവ് കണ്ട് സ്ത്രീകൾ പുറത്തേക്ക് കുറച്ച് ബാക്കിലേക്ക് മാറിയെങ്കിലും ബസ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഒരാളെ ഇടിച്ച് തെറിച്ച് ഏകദേശം തൊട്ടടുത്ത് തന്നെ തെറിച്ച് വീഴുകയായിരുന്നു. അങ്ങനെ 3 പേർക്ക് കാര്യമായ പരിക്ക് പറ്റി. തൃശൂർ എലൈറ്റ് ആശുപത്രിയിലാണ് ഈ 3 പേരെയും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ, ദൃക്സാക്ഷികളെല്ലാം തന്നെ ഇപ്പോഴും അതിന്റെ ഒരു ഞെട്ടലിലാണ്. ഇപ്പോൾ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വളരെയധികം ബസ്സുകൾക്ക് വേഗത ഉണ്ടാകാൻ ഈ ഭാഗത്ത് കാരണം അവിടെ നിന്ന്, അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് തൃപ്രയാർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവിടെ ഒരു ഇറക്കമാണ്. ഈ ഇറക്കത്ത് നിന്നാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇറക്കത്ത് നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ വലിയ തോതിൽ വാഹനങ്ങൾ നല്ല വേഗതയിൽ ഈ ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറുന്നതാണ് ഇപ്പോൾ പ്രശ്നം. ഇതിപ്പോൾ നേരത്തെ നമ്മളുടെ നാട്ടുകാരൻ പറഞ്ഞതുപോലെ സമാനമായ അപകടം ഇതിനു മുമ്പും ആളുകൾ ഓടി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ റോഡ് കുണ്ടും കുഴിയാണെങ്കിൽ അത് യാത്രാ ദുരിതം, അതാ റോഡ് നല്ല റോഡാണെങ്കിൽ അമിത വേഗതയും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങോട്ട് കയറി നിന്നവരാണോ ഈ അപകടത്തിൽപ്പെട്ടത്? ആ ബസ് അവിടെ ആ സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടി ആയിരുന്നില്ല ബസ് അങ്ങോട്ട് വളച്ചെടുത്തത്. ഒപ്പം തന്നെ ആ ബസ് അവിടെയുണ്ട്. പലപ്പോഴും ഇത്തരം അപകടങ്ങളിൽപ്പെടുന്ന ബസ്സുകളുടെ ടയറൊക്കെ അതിന്റെ ഗ്രിപ്പൊക്കെ പോയി വല്ലാത്ത അവസ്ഥയിൽ മാറ്റേണ്ട അവസ്ഥയിലൊക്കെയാണ് കാണാറുള്ളത് ഇത്തരം അപകടങ്ങളിൽ. അങ്ങനെ കാണുന്നുണ്ടോ? ആ ബസ് അവിടെ ഉണ്ടോ? നിലവിൽ ബസ് ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ ബസ്സിന്റെ അമിത വേഗം തന്നെയാണ് കാരണം എന്നുള്ളതാണ് ഇവിടെ ഓടിക്കൂടിയ നാട്ടുകാരും എല്ലാം പറയുന്നത്. കാരണം ഈ ബസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഇറക്കത്തിൽ ബസ് വരുന്നു. ഈ തൊട്ടരികിൽ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്, ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആദ്യം സ്ത്രീകൾ ബസ് വരുന്നത് കണ്ട് ബസ് സ്റ്റോപ്പ് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ്. ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. ആ ഫർണിച്ചർ ഷോപ്പിനോട് ചേർന്നാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകൾ ബസ് വരുമ്പോൾ, കയറാനുള്ള ബസ് വരുമ്പോൾ ഒരു പൊടിക്ക് മുന്നോട്ട് കയറി നിൽക്കുന്ന പതിവാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുന്നോട്ട് കയറി നിന്ന് വീണ്ടും ഒരു നടപ്പാതയുണ്ട്. നടപ്പാതയ്ക്ക് ശേഷമാണ് റോഡുള്ളത്. ഈ 2 സ്ഥലത്തും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് വഴിയാത്രക്കാരായ 3 സ്ത്രീകൾ, അവരുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്.
അവർ കയറാൻ നിൽക്കുന്ന സമയത്ത് ബസ് വരുന്നു, ബസ് ഇവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപകടമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത് നിരന്തരം അപകട മേഖലയാണ്. പണ്ട് നമ്മൾ ഇത് ഏകദേശം ഈ മനോരമ ന്യൂസ് ചാനൽ തുടങ്ങിയ സമയത്ത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നിരന്തരം വാഹനാപകടങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഈ ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പോലീസിന്റെ ഒരു എയ്ഡ് പോസ്റ്റ് തുടങ്ങി. ഇവിടെ വന്ന് ഒരു ബസ്സിലെ കണ്ടക്ടർമാരെല്ലാം തന്നെ ഇവിടെ വന്ന് സൈൻ ചെയ്യണം, അതായത് കൃത്യമായ ടൈമിംഗ് പാലിക്കുന്നുണ്ടോ എന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു എയ്ഡ് പോസ്റ്റ് ആയിരുന്നു ഇത്. ഇപ്പോൾ എയ്ഡ് പോസ്റ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാരണം അപകടങ്ങൾ പൊതുവെ മുൻ വർഷങ്ങളിലേതുപോലെയുള്ള ഒരു അപകടങ്ങൾ ഇപ്പോൾ കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഈ ഒരു ഭാഗത്ത് അപകടമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ യാത്രക്കാർ പറഞ്ഞതുപോലെ 2-3 അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു അപകടം കുറയ്ക്കണമെങ്കിൽ ബസ്സുകളുടെ വേഗത കുറയ്ക്കണം എന്നുള്ളതാണ്. ഈ ഒരു അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട സ്വകാര്യ ബസിന്റെ ഡ്രൈവറെ പിടികൂടാൻ വേണ്ടി ചേർപ്പ് പോലീസിന്റെ അന്വേഷണം തുടരും. അപകടം കുറയ്ക്കണമെങ്കിൽ ബസ്സുകളുടെ വേഗത കുറയ്ക്കണം എന്നുള്ളതാണ്. ഈ ഒരു അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട സ്വകാര്യ ബസിന്റെ ഡ്രൈവറെ പിടികൂടാൻ വേണ്ടി ചേർപ്പ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അപകടത്തിൽ പരിക്ക് പറ്റിയ പ്രേമാവതി, സായാഹ്ന, സംഗീത ഈ 3 പേരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രേമാവതിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. നിഖിൽ പറഞ്ഞ പോലെ ആ റോഡിന്റെ പ്രത്യേകത, അവിടെയുള്ള അമിത വേഗം ഒക്കെ പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ തന്നെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു സ്റ്റോപ്പിലേക്ക് നിർത്താനുള്ള തരത്തിൽ വേഗത കുറയ്ക്കുന്നില്ല ആ ബസ് എന്നുള്ളതാണ്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ തൊട്ടടുത്ത് എത്തിയതിനു ശേഷം പെട്ടെന്നൊരു ബ്രേക്ക് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. പല കാരണങ്ങളിൽ ഒന്ന് ഡ്രൈവറുടെ മറ്റെന്തെങ്കിലും അശ്രദ്ധയാണോ എന്നതടക്കം വ്യക്തമാകേണ്ടതല്ലേ? അതിന് ഇയാളെ കിട്ടേണ്ടതും പ്രധാനപ്പെട്ടതല്ലേ നിഖിൽ? ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനി ഈ ബസ് ഡ്രൈവറുടെ മൊഴി കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം ബസ്സിലെ യാത്രക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇനി ബസ് ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധമായി വണ്ടി ഓടിക്കുകയായിരുന്നു, ഫോൺ ഉപയോഗിച്ചിരുന്നു ആ സമയത്ത്, അങ്ങനെ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും വഴിയാത്രക്കാരുടെ ഭാഗത്ത് യാതൊരു അശ്രദ്ധയുമില്ല. അവർ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് മുമ്പിൽ ബസ് കയറാൻ സാധാരണ ആളുകൾ നിൽക്കുന്നൊരിതാണ്, റോഡിലല്ല. അപ്പോൾ അങ്ങനെ റോഡിലല്ലാത്ത ഒരു സ്ഥലത്ത് ബസ് കയറാൻ വേണ്ടി ആളുകൾ നിൽക്കുന്ന സമയത്ത് അതിനിടയിലേക്കാണ് പാഞ്ഞു കയറി ഇങ്ങനെയൊരു അപകടമുണ്ടായത്. ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം തന്നെ ആകെ പകച്ചുപോയി എന്നുള്ളതാണ്. കാരണം 3 സ്ത്രീകൾ ബസ് തട്ടി കിടക്കുകയാണ്. ഒരു സ്ത്രീക്കാണെങ്കിൽ അബോധാവസ്ഥയിലായി. അങ്ങനെ അവർ തൊട്ട് പിന്നാലെ വരുന്ന വാഹനങ്ങളെല്ലാം അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ഒരു അപകടമുണ്ടായിരുന്ന റോഡിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടാണ്. വളരെ തിരക്കേറിയ റൂട്ടാണ്. ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം വാഹനങ്ങൾ നല്ല നിരനിരയായി പോകുന്നു. ഈ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഡിവൈഡർ ഇല്ല എന്നുള്ളതാണ്. ഡിവൈഡർ വെക്കാനുള്ള ഒരു സ്ഥലം ഈ റോഡിലില്ല. അപ്പോൾ ഈ മഴയത്ത് വെള്ളം കയറുന്നതിന്റെ ഭാഗമായി അത് ഒഴിവാക്കാൻ വേണ്ടി സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് പാത തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വരെ. പാത അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ അമിത വേഗത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ മഴ പെയ്ത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ബ്രേക്ക് കിട്ടാനുള്ള പ്രയാസം ഉണ്ടാകാറുണ്ട്. അപകട മേഖലയായി നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ട ഒരു മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ഇനി അന്വേഷണത്തിൽ കൃത്യമായി അറിയേണ്ടത്. എന്തായാലും അപകടത്തിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.